നമസ്കാരം. ബേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം എല്ലാം കഴിഞ്ഞ് ടോമിച്ചേട്ടൻ്റെ വീണ്ടും പുറത്ത് ഓണച്ചന്ത നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കിറ്റൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 3 സ്ഥലത്തായിട്ട്. അതൊക്കെ ഗംഭീരമായിട്ട് നടന്നു. എങ്കിലും ടോമിച്ചേട്ടൻ്റെ വീട്ടിലെ പച്ചക്കറികൾ ഇപ്പോഴും ആൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാർ പോർച്ചിൽ ഇപ്പോഴും തീർന്നിട്ടില്ല. പിന്നെയും ആൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധമായ പച്ചക്കറികൾക്ക് ടോമീസ് പച്ചക്കറികൾ. ടോമിച്ചേട്ടാ, ഓണച്ചന്ത വീട്ടിലൊക്കെ നടത്തി കഴിഞ്ഞു. പിന്നെയും ചേട്ടൻ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചേന കൊണ്ടുവന്നു. പിന്നെ കാർപ്പുറത്തിൽ കിടക്കുന്നുണ്ട്. കായ വെട്ടിയിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാർപോർച്ചിൽ എൻ്റെ വീടിൻ്റെ കാർപോർച്ചിൽ വന്ന് കാണണം. ഇത് നിങ്ങളെ വെറുതെ പറ്റിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് നുണ പറയുന്നതോ, നിങ്ങളിത് കാണാൻ, ഇത് ഞാൻ കണി കാണുക അല്ലെങ്കിൽ ഇത് ഉണ്ടായി കിടക്കുന്നത് കാഴ്ച ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യ ഒരു കുടുംബത്തിന്. നിങ്ങളിത് വന്ന് കാണണം, ഇത് ഉപയോഗിച്ച് നോക്കണം, ഇതിൻ്റെ ഗുണഫലങ്ങൾ അറിയണം, ഇതിൻ്റെ സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, വിഷമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കരുത് സോദര. അത് നമുക്ക് വളരെ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ വിളിച്ചു വരുത്തും. സിറിഞ്ചിൽ കുത്തി നമുക്ക് തരുന്ന പച്ചക്കറികൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതിലും നല്ലത് നിങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന, എൻ്റെ അടുത്തൊന്നും ഞാൻ പറയുന്നില്ല, നല്ല കൃഷി ചെയ്യുന്നവർ ആരുടെ കയ്യിൽ നിന്നായാലും മേടിച്ച് കഴിക്കുക. നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, ഈ കിടക്കുന്ന സാധനങ്ങളിൽ ഒരു സാധനത്തോടും വിഷം ഉണ്ടാവില്ല. ഞാൻ ചലഞ്ച് ചെയ്യണം നിങ്ങളോട് വീണ്ടും. എന്താ ഈ പാവയ്ക്ക അല്ല, അതേ കണ്ട ഈ പാവയ്ക്ക കേട്ടാ, കഴിഞ്ഞാലേ കണ്ട അതിಗೆ പാവയ്ക്കയുടെ വലിപ്പം കണ്ട, പാവയ്ക്കയുടെ രുചി കണ്ട. സുഹൃത്തുക്കളെ, എവിടെ നിന്ന് പാവയ്ക്ക മേടിക്കലും കയ്ക്കും. തമിഴൻ പാവയ്ക്ക പ്രത്യേകിച്ച് മനസ്സിലായോ? ഇത് തമിഴൻ പാവയ്ക്കല്ല, ഇത് നാടൻ പാവയ്ക്ക. ഇതിന് കനപ്പ് കുറവാണ്, ഇതിന് രുചി വേറെയാണ്. മനസ്സിലായോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഏറ്റവും അത്യുത്തമുള്ള മരുന്നാണ്. ഇതിന് ചിലവർ പറയും കക്കിന്ന്, കക്കില്ല, കനപ്പ് കുറവാണ്. കക്കിന്ന് പറയുന്നവർ കഴിക്കണത് അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കുന്നു, അല്ലെങ്കിൽ അസുഖം കുറയുന്നതിന് വേണ്ടി. നിങ്ങളിത് കൊണ്ടുപോയി ഉപയോഗിക്കണം. ഈ പാവയ്ക്ക ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ എൻ്റെ തൊള്ളിൽ നിന്ന് വെള്ളം വരിക എന്ന് പറയുമ്പോൾ മനസ്സിലായി. ഞാൻ പച്ചക്കറി കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് പച്ചക്കറിയോട് താല്പര്യം. പച്ചക്കറി കഴിച്ച് ഞാൻ മടുത്തു. ഞാൻ എൻ്റെ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. കൂടുതൽ എൻ്റെ പച്ചക്കറി കഴിക്കില്ല എന്ന് പറയില്ല, എൻ്റെ പച്ചക്കറി കൂടുതൽ കഴിക്കണം. പുറത്തുനിന്ന് ഞാൻ കഴിക്കുന്നത് കുറവാണ്. എല്ലാ ദിവസവും എൻ്റെ അയൽക്കാരൻ ചോദിക്കാൻ എന്നോട് ടോമി നീ മൃഗണമെന്ന്. എന്താ ചോദിച്ചാൽ എനിക്ക് പച്ചക്കറി എപ്പോഴും പിടിച്ചിട്ടുണ്ട്. നിങ്ങളിത് കാണണം, ഇത് ഉപയോഗിക്കണം, ഇതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചേന ഉണ്ടാക്കിയാൽ, ചേനയുടെ വലിപ്പം ഉണ്ടാക്കിയാൽ, ചേനയുടെ രുചി ഉണ്ടാക്കിയാൽ, ഈ ചേന നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇതിൻ്റെ കളർ ഇതിൻ്റെ ഭംഗി നോക്കിയാൽ. നിങ്ങളോട് വെറുതെ പറഞ്ഞ് പോകണമെന്നല്ല, ഞാൻ ഇപ്പോൾ പറച്ച് കഴിഞ്ഞു. പൊട്ടിച്ചിട്ട് എന്നിങ്ങനെ പൊട്ടിച്ചിട്ടാലേ ഇത് വലിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ പറച്ച് കൂടുതൽ ഇടാത്ത കായ വെട്ടി വെച്ചല്ലേ. പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാട്ടി തരാണ്ട്, അത് 2 ദിവസം നിങ്ങൾ കാട്ടി തരും കേട്ടാ. നിങ്ങളോട് വെറുതെ പറഞ്ഞ് പോകുന്ന ആളല്ല ടോമി. ഇടയ്ക്ക് പാവം കുക്കമ്പറ എടുക്കണം നോക്കിയാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക, ഇത് കണ്ട് നിങ്ങൾ വിലയിരുത്തുക, ഇതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുക, ഇത് ഉപയോഗിക്കുക. എൻ്റെ ഫോൺ നമ്പറാണ് 85 93 070 148. തൃശ്ശൂർ ജില്ല, ചാലക്കുടി, തേശ്ശേരി പള്ളിക്ക് സമീപം. 83 83 30 82 98 60. 2 നമ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്. കള്ളിയത്തുപറമ്പിൽ ടോമി, തൃശ്ശൂർ ജില്ല, ചാലക്കുടിക്ക് അടുത്ത്, തേശ്ശേരി പള്ളിക്ക് സമീപം. നിങ്ങളിത് കാണണം, കാണാതെ പോകരുത്. ഈ നമ്പറിൽ എപ്പോൾ വിളിച്ചാൽ ഈ സാധനം ഏത് സമയത്ത് വന്ന് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് കൊടുക്കുന്നതായിരിക്കും. പല ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പല അധ്യാപകർ, അതുപോലെ തന്നെ പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. പല അനാഥ മന്ദിരങ്ങളും കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഈ തവണ കൊടുത്തതിന് കണക്കിലെ സുഹൃത്തുക്കളെ, ഓണത്തിൻ്റെ 8 ദിവസം മുന്നേ ഞാൻ എൻ്റെ ചന്ത തുടങ്ങി. ചന്ത തുടങ്ങിയത് മാത്രമല്ല, ജനങ്ങൾക്ക് ദാനമായി വാരി കോരി കൊടുത്തു. ഒരു പാട്ടും പാടി.